നമസ്കാരം. വത്തിക്കാൻ ഡയറിയിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ഡേവിഡ്. ആമസോൺ രക്തസാക്ഷികളെ സ്മരിച്ച് സിനഡിന് ആരംഭം. കൊളോണിയലിസത്തെ സൂക്ഷിക്കാൻ പാപ്പയുടെ ആഹ്വാനം. ഗോത്ര ജനതയോടൊപ്പം പാപ്പ പ്രാർത്ഥിച്ചു. പുതിയ കർദിനാൾമാരെ അഭിവാദ്യം ചെയ്യാൻ വത്തിക്കാനിൽ ആയിരങ്ങൾ. വിശ്വാസ വഴിയിൽ പുതിയ ചൈതന്യമായി 13 കർദിനാൾമാർ. അവൾ പ്രാർത്ഥിച്ചു, കർദിനാൾ ന്യൂമാൻ, ഈ രക്തം നിർത്തൂ. അത്ഭുതങ്ങളുമായി ഇന്നും ന്യൂമാൻ ജീവിക്കുന്നു. ബാഹ്യായുടെ നല്ല മാലാഖ അൾത്താര വണക്കത്തിലേക്ക്. സമകാലിക ലോകത്തെ അത്ഭുത വനിതയായ ഇർമ ഡുൾസെ. ഒടുവിൽ നാമെല്ലാം കാത്തിരുന്ന ആമസോൺ സിനഡിന് തുടക്കമായി. എങ്ങനെ ഈ ഭൂമിയെയും മനുഷ്യകുലത്തെയും ദൈവത്തിന് സ്വീകാര്യമായ സംവത്സരത്തിനു വേണ്ടി ഒരുക്കാമെന്ന കത്തോലിക്ക സഭയുടെ ആമസോൺ മഴക്കാടുകളിലെ ഇനിയും മനുഷ്യൻ്റെ പാദസ്പർശമേൽക്കാത്ത പ്രകൃതിയുടെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനായി ദാഹാർത്തരായി കഴിയുന്ന ഗോത്ര ജനതയുടെ അന്വേഷണമാണ് ഈ സിനഡ്. വിശുദ്ധ പത്രോസിൻ്റെ ബസിലിക്കയിൽ ഞായറാഴ്ച കുർബാനയോടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ആമസോൺ സിനഡ് ഉദ്ഘാടനം ചെയ്തു. ഗോത്ര ജനതയുടെ പ്രതിനിധികൾ സജീവമായിരുന്നു. സിനഡ് ഹാളിൽ അടച്ചിട്ട മുറിയിലെ ചർച്ചകളിൽ അവരിൽ ചിലർ പങ്കെടുക്കുന്നുണ്ട്. ആമസോണിലേക്ക് ഗോത്ര പാരമ്പര്യത്തെ മാനിച്ചും ആരെയും അടിച്ചേൽപ്പിക്കാതെയും സുവിശേഷം എത്തിക്കുന്നത് സിനഡ് ആലോചിക്കും. കൊളോണിയലിസത്തിൻ്റെ ആർത്തിയുടെ പുതിയ രൂപങ്ങളിൽ നിന്നും കർത്താവ് നമ്മെ കാക്കട്ടെ. ആമസോണിനെ ഈടെ വിഴുങ്ങിയ തീ പോലല്ല സുവിശേഷത്തിൻ്റെ തീ. ദൈവത്തിൻ്റെ തീ ഊഷ്മളമാണ്. അതാകർഷിക്കും, ഐക്യപ്പെടുത്തും. ആമസോണിൽ നൂറ്റാണ്ടുകളായി മൃതിയടഞ്ഞ മിഷണറിമാരെ പാപ്പ സ്മരിച്ചു. നമ്മുടെ പ്രിയ കർദിനാൾ ഹ്യൂംസിൻ്റെ വാക്കുകൾ ഞാൻ ആവർത്തിക്കട്ടെ. ആമസോണിലെ ആ കൊച്ചു പട്ടണങ്ങളിൽ എത്തുമ്പോൾ അദ്ദേഹം സെമിത്തേരിയിൽ മിഷണറികളുടെ ശവകുടീരങ്ങൾ സന്ദർശിക്കും. ആമസോണിൽ ജീവിച്ച് ജീവിതം ഹോമിച്ചവരോടുള്ള സഭയുടെ സ്നേഹപ്രകടനമാണത്. സിനഡിന് ക്ഷണിക്കപ്പെട്ട എല്ലാ ബിഷപ്പുമാരും ചടങ്ങിൽ പങ്കെടുത്തു. ഇവരിൽ 113 പേർ ആമസോണിൽ പ്രവർത്തിക്കുന്നവരാണ്. ആമസോണിൻ്റെ വെല്ലുവിളി അറിയുന്ന ഇവർ അത് നേരിടാനുള്ള മാർഗം തീരുമാനിക്കാമെന്ന പ്രതീക്ഷയിലാണ്. സിനഡിന് മുമ്പ് അതിരാവിലെ പാപ്പയും പ്രതിനിധികളും വിശുദ്ധ പത്രോസിൻ്റെ ശവകുടീരത്തിന് മേലെ ഒത്തുകൂടി പ്രാർത്ഥിച്ചു. ഗലീലയിലെ ഈ മീൻപിടുത്തക്കാരൻ്റെ ഓർമ്മയ്ക്ക് അവർ തോണിയുമായി വന്നു, വലവിരിച്ചു. അവർ ലത്തീനിൽ പാടി, അതിൽ അവരുടെ ഭാഷയും ചേർത്തു. പിന്നെ അവർ സിനഡ് ഹാളിലേക്ക് ഒത്തുനീങ്ങി. ഓർമ്മയിൽ ആമസോണിൽ മൃതിയടഞ്ഞ മിഷനറികളും മിഷനറി രക്തസാക്ഷികളും. പാപ്പ സ്വയം തയ്യാറാക്കിയ ഒരു പ്രസംഗം അവർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ആമസോണിനെ തന്ത്രജ്ഞരായല്ല, ഈശോയുടെ ശിഷ്യന്മാരും മിഷനറികളുമായി നോക്കിക്കാണാൻ പാപ്പ പറഞ്ഞു. സാമൂഹ്യ വികസന പദ്ധതികൾ കണ്ടെത്താനല്ല നാം ഇവിടെ വന്നിരിക്കുന്നത്. കാഴ്ച ബംഗ്ലാവ് സംസ്കാരത്തിൻ്റെ സൂക്ഷിപ്പുകാരായുമല്ല, ചിന്താരഹിത രൂപത്തിലുള്ള അജപാലന പദ്ധതികളുമായല്ല. അത് എതിരാളികളുടെ വനനശീകരണവും സംഘടിക്കലും ചൂഷണവും തുടരാനേ ഇടയാക്കൂ. ജനങ്ങളുടെ സർവസ്വത്തായ യാഥാർത്ഥ്യമായ കവിതയെ മാനിക്കാത്ത പദ്ധതികളാണ് അവരുടേത്. സഭയ്ക്ക് തദ്ദേശ സംസ്കാരത്തെ ചിട്ടപ്പെടുത്താനോ മെരുക്കിയെടുക്കാനോ കഴിയില്ലെന്ന് പാപ്പ പറഞ്ഞു. അതിനാൽ അതിനെ നാം മാനിക്കണം. സിനഡ് സഭാപരമായ പരിപാടിയാണ്. ഭൂരിപക്ഷമുള്ളവരുടെ ആശയം മുന്നോട്ട് വയ്ക്കാനുള്ളതല്ല. ഇത് ഒരു സഭാ സമൂഹത്തെ വാർത്തെടുക്കും. നാം ഭൂരിപക്ഷമാർക്കെന്ന സർവേക്ക് ശ്രമിച്ചാൽ, അതല്ലെങ്കിൽ വികാരപരമായ സഭയ്ക്ക് നോക്കിയാൽ, അത് പരിശുദ്ധ അമ്മയായ കത്തോലിക്ക സഭയിൽ നിന്നേറെ അകലെയായിരിക്കും. വിശുദ്ധ ഇഗ്നേഷ്യസ് പറയുമായിരുന്നു, നമ്മുടെ പരിശുദ്ധ അമ്മ.
tan lejana, tan distante de nuestra Santa Madre, la Iglesia Católica. O como gustaba decir a San Ignacio, nuestra Santa Madre, la Iglesia jerárquica. തുടർന്ന് കഴിഞ്ഞ 2 വർഷം ഈ സിനഡിനായി നടന്ന പ്രവർത്തനങ്ങൾ സെക്രട്ടറി ജനറൽ വിവരിച്ചു. ഈ ദിവസങ്ങളിൽ എന്തു ചെയ്യുമെന്ന ചുരുക്കവും തുടർ ചർച്ചകളെ നയിക്കുന്ന പ്രവർത്തന രേഖയുടെ കാഴ്ചപ്പാട് കർദിനാൾ ഹ്യൂംസ് വിവരിച്ചു. അതിലെ ചില വിഷയങ്ങൾ അദ്ദേഹം എടുത്തുകാട്ടി. ആമസോണിലെ സഭാ പ്രവർത്തനം, തദ്ദേശ ജനതയുടെ നിലനിൽപ്പിനെയും പരിസ്ഥിതിയെയും ഭീഷണിപ്പെടുത്തുന്ന ഖനന കമ്പനികൾ, ഒട്ടേറെ സ്ഥലങ്ങളിൽ ദിവ്യകാരുണ്യത്തിൻ്റെ അഭാവം. സഭയിൽ ബ്രഹ്മചാര്യത്തിൻ്റെ സിദ്ധിക്കുള്ള വലിയ മൂല്യം ആവർത്തിക്കുകയാണ്. അതിൽ സ്പർശിക്കില്ല. അടിയന്തരമായ ആവശ്യം മാനിച്ച് ഈ മേഖലയിലെ വിവാഹിതരായവരെ പൗരോഹിത്യത്തിലേക്ക് സ്വീകരിക്കണമെന്ന് ആമസോണിലെ കത്തോലിക്ക സമൂഹങ്ങളിൽ വളരെ വലിയ വിഭാഗം ആവശ്യപ്പെടുകയാണ്. ആമസോണിയൻ സമൂഹങ്ങളെ നയിക്കുന്ന നിരവധി വനിതകളുള്ളതിനാൽ അവരെ എന്തെങ്കിലും തരത്തിലുള്ള ശുശ്രൂഷ ചുമതല നൽകി അംഗീകരിക്കണമെന്നും രേഖ ആവശ്യപ്പെടുന്നു. ആ പ്രസംഗം സമാപിച്ചപ്പോൾ അദ്ദേഹത്തെ ശ്ലാഘിച്ച് പാപ്പ ഹസ്തദാനം ചെയ്തു. അങ്ങേക്ക് സ്തുതി എൻ്റെ നാഥ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി നമുക്ക് തന്ന അതിമനോഹരമായ ഒരു ആപ്തവാക്യമാണ് ലൗദാത്തോ സി. ഈശോയുടെ നിജാനന്ദത്തിൻ്റെ സുന്ദരഭാവത്തിൻ്റെ പ്രകടനമാണ് ഈ ഭൂമിയിലെ ഓരോ സൃഷ്ടവസ്തുവും. അതുകൊണ്ട് തന്നെ ഈ സൂര്യചന്ദ്രന്മാരും താരാഗണങ്ങളും പുഴയും പൂവും പൂത്തുമ്പിയുമൊക്കെ എനിക്ക് സഹോദരി സഹോദരന്മാരാണ്. ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ അതിമനോഹരമായി ഒരു ഗോത്രജനത ആഘോഷിച്ചതിൻ്റെ ദൃശ്യങ്ങളാണിനി. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാളിൽ വത്തിക്കാൻ തോട്ടങ്ങൾ അസാധാരണ കാഴ്ചയുടെ വേദിയായി. മാർപ്പാപ്പ ആമസോണിൽ നിന്നുള്ള ഈ ആദിമ വിഭാഗത്തോട് ചേർന്ന് പ്രാർത്ഥിക്കാനെത്തി. സിനഡിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് പറയുമ്പോൾ അവരുടെ വികാരം പ്രകടമായിരുന്നു. പുതിയ വഴികൾ, നമ്മുടെ സഹചാരിയും സുഹൃത്തും കേൾക്കുന്നവളുമായ സഭ. അവർ ഈ ചിത്രക്കമ്പളം പുൽത്തകിടിയിൽ വച്ചു. അതിലൊന്നിൽ ബ്രസീലിൽ ഗോത്രജനത സഹിക്കുന്ന അതിക്രമത്തെ എതിർത്തതിന് വധിക്കപ്പെട്ട വിശ്വാസികളുടെ മുഖമുണ്ടായിരുന്നു. പരമാചാര്യൻ്റെ ആസ്ഥാനത്തിരിക്കാതെ ചടങ്ങിലുടനീളം പാപ്പ കർദിനാൾമാർക്കൊപ്പമാണിരുന്നത്. മുഴുവൻ നേരം പാപ്പ ഗൗരവതരമായ ചിന്തയിൽ മുഴുകിയിരുന്നു. നൃത്തം പരിപാടിയുടെ തുടക്കമായി. ഗോത്രജനത പാപ്പയ്ക്ക് വിവിധ സമ്മാനങ്ങൾ നൽകി. തുടർന്ന് സംഘാടകർ ചടങ്ങിൻ്റെ പ്രാധാന്യം വിവരിച്ചു. Alabado sea, Señor, por los delicados trazos de tu creación. അങ്ങേക്ക് സ്തുതി കർത്താവേ. ഭൂമിക്ക് മീതെയുള്ള അങ്ങേ സൃഷ്ടികളിൽ ഓരോന്നും തമ്മിലെ ഇഴയെടുപ്പം പ്രതിഫലിപ്പിക്കുന്ന ലോലമായ അങ്ങേ മർമ്മരത്തിന്. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ സൃഷ്ടികളുടെ ഗാനം വിശ്വാസികൾ ആലപിക്കവേ ഫ്രാൻസിസ് പാപ്പ ഈ തൈ അവിടെ നട്ടു. അത് അസീസിയിൽ നിന്നും കൊണ്ടുവന്നതാണ്. അതെ, ആമസോണിലെ വിളവുകൾ കൊയ്ത്തിന് പാകമായി കിടക്കുകയാണ്. കൊയ്ത്തുകാരോ തുച്ഛം. നമുക്കിവിടെ ഒരു ദേവാലയം തുറന്നിരിപ്പുണ്ട്, വൈദികനുണ്ട്, കൂദാശകളുണ്ട്. അതിനൊക്കെ ദൈവമേ നന്ദി. പക്ഷേ ഈ ആത്മീയ ദാരിദ്ര്യത്തിന് ആര് ഉത്തരം കണ്ടെത്തും? ഗ്രീസിനോളം വലിപ്പമുണ്ട് അഡോൾഫോസോണിലെ അൾട്ടോ സോളിമോസ് രൂപതയ്ക്ക്. ബിഷപ്പിന് ഇവിടെ 15 വൈദികരേ ഉള്ളൂ. 50,000 ചതുരശ്ര മൈലിൽ നീണ്ടുകിടക്കുന്ന ഈ ആമസോൺ ബ്രസീലിൽ വസിക്കുന്നവരാകട്ടെ 2,16,000 ജനങ്ങൾ. ഈ ജനതയുടെ ശുശ്രൂഷയ്ക്കായി ജീവിതം ഒഴിഞ്ഞുവെക്കുന്ന, അവരോടൊപ്പം നടക്കുന്ന മിഷനറികളെ കണ്ടെത്താൻ ഈ സിനഡ് ആഹ്വാനം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയും വലിയ പ്രദേശം ഒട്ടേറെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുക തന്നെ ചെയ്യും. മയക്കുമരുന്ന് വ്യാപാരത്തിനായി മനുഷ്യക്കടത്ത്, പ്രകൃതിയെയും പരിസ്ഥിതിയെയും ചൂഷണം ചെയ്യൽ, അവസരങ്ങൾ ഇല്ലാത്ത, അധികാരികളിൽ നിന്നും സഹായമില്ലാത്ത ജനത. ഗോത്രം മനുഷ്യന് അവൻ്റെ മണ്ണിൽ കഴിയാൻ എന്ത് സ്ഥിതി നമുക്കുണ്ടാക്കാനാവൂ? ഗ്രാമങ്ങൾ വിട്ട് അവർ നഗരങ്ങളിലേക്ക് ഓടുകയാണ്. എനിക്ക് തോന്നുന്നത് ഇതൊരു വലിയ വെല്ലുവിളി തന്നെ. നഗരത്തിലേക്ക് വരുന്ന ഈ ജനത്തിന് നാം എന്ത് ചെയ്യും? എങ്ങനെ അവരെ സ്വാഗതം ചെയ്യും?
അന്തസ്സുറ്റ് ജീവിക്കാൻ എങ്ങനെ അവർക്ക് അവസരമുണ്ടാക്കും? അതിനാണ് ബിഷപ്പ് സഹായം തേടുന്നത്. മാർത്തയാണ് അദ്ദേഹത്തിൻ്റെ ഉത്തരം. 2 വർഷമായി അഡാലിയ നഗരത്തിലും പ്രാന്തങ്ങളിലുമുള്ള സമൂഹങ്ങളിൽ പ്രവർത്തിക്കുന്ന അൽമായ മിഷണറി. ബ്രസീലിൻ ആമസോണിലെ ഈ മുനിസിപ്പാലിറ്റി സെക്കൻഡറി പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ ഇവിടെ എത്തുന്ന നിരവധി ഗോത്ര യുവജനതയെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അവർ പ്രതീക്ഷയോടെ വരുന്നു. പക്ഷേ നഗരത്തിൻ്റെ അപരിചിത പരിസ്ഥിതി അവരെ നിരാശരാക്കുന്നു. അവർ പഠിക്കാനും ഗ്രാമത്തിലേക്ക് തിരിച്ചു പോകാനും സ്വപ്നം കാണുന്നു. വളരെ പേർ മടങ്ങുന്നുവെന്നതാണ് യാഥാർത്ഥ്യം. പഠിക്കാൻ മാർഗമില്ലാതെ പലരും പഠനം ഉപേക്ഷിക്കുന്നു. ദാരിദ്ര്യം കൊണ്ടും മറ്റു കാരണങ്ങൾ കൊണ്ടും നഗരജീവിതത്തോട് ചേരാൻ കഴിയാത്തവരുമുണ്ട്. അവരെ കുടുംബങ്ങൾ തിരികെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവരെത്തുമ്പോൾ ഏകാന്തരെ പോലെ വേദനിക്കുന്നവരായി ദുഃഖിതരായാണ് കാണപ്പെടുക. കാരണം അവർക്ക് ഈ ജീവിതം പരിചിതമല്ല. ഇടവക കഴിയുന്നത്ര അവരെ സഹായിക്കുന്നുണ്ട്. അവർ തദ്ദേശ ഭാഷയിൽ പഠിച്ചവരായതുകൊണ്ട് പോർച്ചുഗീസിൽ വിഷമം അനുഭവിക്കാറുണ്ട്. അവരെ പോർച്ചുഗീസും പഠിപ്പിക്കുന്നു. ഒട്ടേറെ മുൻധാരണകളുടെ ഇരകളായതിനാൽ ഈ ഗോത്രജനതയോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുകയാണ്. അവരോട് അടുക്കാൻ ചെല്ലുകയാണ്. അവർ ഇങ്ങോട്ടടുക്കാൻ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. നാം അവർക്കരികെ ചെല്ലണം. അവരുടെ ആചാരങ്ങളെ, ആത്മീയതയെ, വിശ്വാസങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് ജോലി ചെയ്യാനാവണം. അവർ നമ്മെപ്പോലെ ആകാനല്ല, മറിച്ച് നമുക്ക് അന്യോന്യം ഇടപഴകി പങ്കുവച്ച് അവരിൽ നിന്നും പഠിച്ച് ജീവിക്കാൻ. എങ്കിലും ഈ പ്രദേശം വളരെ വലുതാണ്. സമൂഹങ്ങളിലേക്ക് എത്തുന്നത് എളുപ്പമല്ല. യന്ത്രവൽകൃത തോണിയിൽ 15 ദിവസം വരെ എടുക്കും അവർക്കടുത്തെത്താൻ. സഭയ്ക്ക് ഇതിനുള്ള മാനുഷികമോ ഭൗതികമോ ആയ വിഭവങ്ങളില്ല. കാരണം പുഴ വഴി എത്താൻ ഒത്തിരി എണ്ണ വേണ്ടിവരും, പണവും. 2 വൈദികർ ഇവിടെ വരും, അനുഗ്രഹിക്കും. പക്ഷേ ഒരാൾക്ക് 78 വയസ്സായി, മറ്റേയാൾക്ക് 64. ശക്തി പരിമിതമാണ്. രൂപതയ്ക്ക് ഒരു സെമിനാരി വിദ്യാർത്ഥിയുണ്ട് എന്ന് വെച്ചാൽ അടുത്തൊന്നും വൈദികർ പുതുതായി ഉണ്ടാകില്ലെന്നാണ് അർത്ഥം. അതാണ് ഞങ്ങൾക്ക് ആളില്ലെന്നും തോന്നുന്നത്. കൂദാശകൾ ആഘോഷിക്കാൻ, ജീവിതം ആഘോഷിക്കാൻ ഈ സമൂഹങ്ങൾക്ക് ആവുന്നില്ല. നമുക്കിതിനോട് പ്രതികരിക്കേണ്ടതുണ്ട്. ഇതാണ് ആമസോൺ നേരിടുന്ന വെല്ലുവിളി. ഒരു യഥാർത്ഥ പ്രശ്നത്തിന് പ്രതിവിധി കാണൽ, മാനുഷികവും ആത്മീയവുമായ തലത്തിൽ നിന്നുകൊണ്ട്. വിളവോ സമൃദ്ധം, കൊയ്ത്തുകാരോ തുച്ഛം. സ്നേഹം എന്ന പദം ഉച്ചരിക്കുന്നത് പോലും സ്നേഹമാണ്. ഞാൻ ദൈവസ്നേഹത്തിന് പാത്രമാകാതെ എനിക്കെങ്ങനെ അവൻ്റെ സ്നേഹം അറിയാനാവും? സ്നേഹം അനുഭവിക്കാതെ അതെങ്ങനെ പകർന്നു നൽകാനാവും? സ്നേഹം ഒരു കലയാണ്. മാർപ്പാപ്പ പുതിയ കർദിനാൾമാർക്കും എല്ലാ ക്രിസ്ത്യാനികൾക്കുമായി ഈ സ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. പുതിയ കർദിനാൾമാരെ നിയമിക്കാനുള്ള 6ാമത് കൺസിസ്റ്ററിയുടെ ചുമതല സ്പാനിഷ് മിഷൽ ആഞ്ചൽ ഐസോയ്ക്കായിരുന്നു. മതാന്തര ചർച്ചയ്ക്കുള്ള പൊന്തിഫിക്കൽ കൗൺസിലിൻ്റെ പ്രസിഡന്റാണ് അദ്ദേഹം. മാർപ്പാപ്പയുടെ പേരിൽ അദ്ദേഹം ഭാവി കർദിനാൾമാരോട് സംസാരിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ട കർദിനാൾമാർക്കൊക്കെ സമാനതകളുണ്ടെന്ന് അദ്ദേഹം കരുതുന്നു. ഞങ്ങളിൽ പലരും വരുന്നത് മിഷണറി സഭകളിൽ നിന്നാണെന്ന് സാമ്യമുണ്ട്. പാപ്പ ഇത് തൻ്റെ പ്രസംഗത്തിലും ചൂണ്ടിക്കാട്ടി. ഒരു മിഷണറിയുടെ കർദിനാളോ ക്രിസ്ത്യാനിയോ ആകട്ടെ, പ്രധാന കാര്യം ഇതാണ്: ഒരാൾ മറ്റൊരാളുടെ മീതെയല്ല. എല്ലാവർക്കും ദൈവസ്നേഹം ആവശ്യമുണ്ട്. ഫ്രാൻസിസ് പാപ്പ പുതിയ കർദിനാൾമാരോട് ഇങ്ങനെ പറഞ്ഞു: Se io non mi sento oggetto della compassione di Dio, ഞാൻ ദൈവസ്നേഹത്തിന് പാത്രമാണെന്ന് അറിയാതെ എനിക്ക് അവൻ്റെ സ്നേഹം മനസ്സിലാക്കാനാവില്ല. ഇത് വിവരിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. ഒന്നുകിൽ എനിക്കത് അനുഭവവേദ്യമാക്കും, അല്ലെങ്കിൽ ഇല്ല. അനുഭവിക്കുന്നില്ലെങ്കിൽ എനിക്കതെങ്ങനെ വീതം വയ്ക്കാനാവൂ, അഥവാ സാക്ഷിയാകാൻ മറ്റുള്ളവരിൽ ചൊരിയാനാവൂ? ഈ ചിന്താരീതിയുടെ കുറവാണ് സഭയിലെ ഒരുപാട് ഒറ്റുകൊടുക്കലിൻ്റെ അടിസ്ഥാനമെന്ന് അദ്ദേഹം വിവരിച്ചു. മറ്റുള്ളവരോട് സ്നേഹവായ്പ പ്രകടിപ്പിക്കാനാവാത്തതാണ് സഭയ്ക്കുള്ളിലെ വളരെയധികം അവിശ്വസ്ത പ്രവർത്തനങ്ങൾക്ക് കാരണം. മറ്റൊരാളുടെ നോട്ടത്തെ അവഗണിക്കുന്നതിൻ്റെ, ഉപേക്ഷ വിചാരിക്കുന്നതിൻ്റെ. തുടർന്ന് പാപ്പ 13 പേരെയും ഓരോരുത്തരെയായി വിളിച്ചു. 3 പേർ 80 കഴിഞ്ഞവർ. അവർക്ക് കോൺക്ലേവിൽ വോട്ടവകാശമില്ല. ഇതായിരുന്നു ചടങ്ങിലെ ഏറ്റവും വികാരനിർഭരമായ രംഗം.
തിരഞ്ഞെടുക്കപ്പെട്ട 13 പേർ ബിഷപ്പുമാരായി മുട്ടുകുത്തി കർദിനാൾമാരായി എഴുന്നേറ്റു. പൊന്തിഫിക്കേറ്റിൻ്റെ ആചാരപ്രകാരം അവർ മറ്റ് കർദിനാൾമാരെ അഭിവാദ്യം ചെയ്തു. തുടർന്ന് എമിരറ്റസ് പാപ്പ ബെനഡിക്ട് 16 അഭിവാദ്യം ചെയ്യാനായി പോയി. വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിലെ കൺസിസ്റ്ററിക്ക് ശേഷം 13 പുതിയ കർദിനാൾമാരും എമിരിറ്റസ് പാപ്പ ബെനഡിക്ട് 16 ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊപ്പം സന്ദർശിച്ചു. ഓരോരുത്തരായി അവർ പാപ്പയെ വ്യക്തിപരമായും സ്നേഹവായ്പോടും അഭിവാദ്യം ചെയ്തു. ആർച്ച് ബിഷപ്പ് റബാത്തിനെ പോലെ ചിലർ പാപ്പയോട് നർമ്മ സംഭാഷണവും നടത്തി. അങ്ങയുടെ മുൻഗാമിയും പിൻഗാമിയും മൊറോക്കോയിൽ വന്നു, അങ്ങും വരണം. ഇപ്പോൾ 92 വയസ്സുള്ള ബെനഡിക്ട് 16 ഫ്രാൻസിസ് മാർപ്പാപ്പയോട് നിങ്ങൾ വിശ്വസ്തരായിരിക്കണമെന്ന് പുതിയ കർദിനാൾമാരോട് പറഞ്ഞു. ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തിന് അരികിലിരിക്കുന്നുണ്ടായിരുന്നു. കർദിനാൾമാർ വിട പറഞ്ഞപ്പോൾ ഇരുവരും ചേർന്നവരെ അനുഗ്രഹിച്ചു. ഓരോ കൺസിസ്റ്ററിക്കും ശേഷം എമിരിറ്റസ് പാപ്പയെ കാണുന്നത് ഇപ്പോൾ നിർബന്ധമാണ്. ബെനഡിക്ട് 16 പുതിയ കർദിനാൾമാരും ഈ നിമിഷത്തെ ആവേശപൂർവ്വമാണ് കാത്തിരിക്കുക. പുതിയ 13 കർദിനാൾമാർ കൂടി സ്ഥാനമേറ്റതോടെ 225 അംഗ കർദിനാൾ സംഘത്തിൽ വോട്ടവകാശമുള്ളവർ 127 പേരായി. വിശ്വാസികളിലും കർദിനാൾമാരിലും ആവേശം പ്രകടമായിരുന്നു. കുരിശിൻ്റെയും സഹനത്തിൻ്റെയും വഴികളിലൂടെ കടന്നുവന്ന അവർ ഇനിയുള്ള സഭയുടെ പ്രതീക്ഷകളെ വിവരിക്കുകയാണിവിടെ. പുതിയ കർദിനാൾമാരുടെ സ്ഥാനമേറ്റെടുക്കൽ ആഘോഷനാളാണ്. അതുകൊണ്ടാണ് ആരാധനാ ചടങ്ങുകൾ കഴിയുമ്പോൾ ആവേശത്തിരയിളക്കം. പുതിയ കർദിനാൾമാർ പൗലോസ് 6 സമ്മേളന ഹാളിലേക്കും അപ്പസ്തോലിക കൊട്ടാരത്തിലേക്കും വന്നു. അവിടെ എല്ലാ രാജ്യത്തു നിന്നും വിഭാഗങ്ങളിൽ നിന്നുമുള്ളവർ അവരെ അഭിവാദ്യം ചെയ്യാനെത്തി. ലുക്സംബർഗ് ഗ്രാൻഡ് ഡ്യൂക്കിനെ പോലുള്ള ഭരണാധികാരികളും എത്തി. പ്രഥമമായും ഇത് ലുക്സംബർഗിനുള്ള ബഹുമതിയാണ്. ഇന്ന് കർദിനാളായ ഞങ്ങളുടെ ആർച്ച് ബിഷപ്പിനും. പുതിയ കർദിനാൾമാരിലും ആവേശം പ്രകടമായിരുന്നു. ചിലർ വളരെ ഉൾഭാഗങ്ങളിൽ നിന്നുമാണ് വന്നത്. പ്രത്യേകിച്ചും അവിടുത്തെ ബിഷപ്പുമാരിൽ നിന്നും കർദിനാൾ ഉണ്ടാകാൻ സാധാരണ സാധ്യതയില്ലാത്തിടത്തു നിന്നും. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം കഴിഞ്ഞ 50 വർഷമായി ലിത്വാനിയ ഒരുവിധം കുരിശിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. സോവിയറ്റ് അധിനിവേശത്തിൻ്റെ പീഡകളേറ്റ്. നിങ്ങളുടെ രാജ്യം അതിലെന്താണ് അർത്ഥമാക്കുന്നത്? അംഗീകാരം. അത് വളരെ നീണ്ടതാണ്. ഇന്തോനേഷ്യയിൽ ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ അംഗീകാരം കൂടിയാണിത്. അതായത് വിവിധ മതസമൂഹങ്ങൾക്കിടയിൽ സൗഹാർദ്ദത്തോടെ ജീവിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ. പുതിയ കർദിനാൾ കൂരിയെയും പാപ്പ രൂപീകരിച്ചു. വത്തിക്കാനിൽ പ്രവർത്തിക്കുന്ന കർദിനാൾമാർ വളരെ ശ്രമകരമായ ജോലിയാണ് അവരുടേത്. ഈ കൺസിസ്റ്ററിയുടെ ആഘോഷത്തോടെ മതാന്തര ചർച്ചയ്ക്ക് മുൻഗണന ലഭിക്കുമെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായി. എനിക്ക് തോന്നുന്നു പരിശുദ്ധ പിതാവ് അദ്ദേഹത്തിൻ്റെ ഭാരം താങ്ങാൻ ഞങ്ങളുടെ ഉത്കണ്ഠകൾ വർദ്ധിപ്പിക്കുകയാണെന്ന്. ഇപ്പോൾ ആകെ കർദിനാൾമാർ 225ആയി. 127 വോട്ടർമാർ. അവരിൽ 52% പേരും ഫ്രാൻസിസ് പാപ്പ നിയമിച്ചവരാണ്. 33% ബെനഡിക്ട് 16 ബാക്കി 14% ജോൺ പോൾ 2. ജീവിച്ചിരുന്ന ജോൺ ഹെൻറി ന്യൂമാൻ നമുക്കൊരു അത്ഭുത കഥയാണ്. അന്തരിച്ച വിശുദ്ധനാകുന്ന ജോൺ ഹെൻറി ന്യൂമാൻ മറ്റൊരു അത്ഭുത കഥയാണ് നമുക്കിപ്പോൾ പറഞ്ഞു തരുന്നത്. ചിക്കാഗോയിലെ ഒരമ്മയുടെ അതിശയിപ്പിക്കുന്ന കഥ. കർദിനാൾ ജോൺ ഹെൻറി ന്യൂമാൻ വിശുദ്ധ പദവിയിലേക്ക്. ചിക്കാഗോയിലെ അമ്മയെ സുഖപ്പെടുത്തിയ അത്ഭുതമാണ് ന്യൂമാനെ വിശുദ്ധനാക്കുന്നത്. അവളുടെ ഗർഭപാത്രത്തിൽ നിന്നും മറുപിള്ള ഭാഗികമായി വേർപെട്ടു പോയിരുന്നു. പൂർണ്ണ വിശ്രമമാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. അഭിഭാഷകയായ ആ അമ്മയുടെ 5ാമത് ഗർഭമായിരുന്നു. I was told to observe strict bed rest. I was told to do പൂർണ്ണ വിശ്രമം എന്നോട് നിർദ്ദേശിച്ചു. വ്യായാമം ചെയ്യാനും ഭാരമെടുക്കരുത്, ആവശ്യമില്ലെങ്കിൽ നടക്കരുതെന്നും. എനിക്ക് തുണി അലക്കാനോ വീട്ടുജോലി ചെയ്യാനോ പാചകം ചെയ്യാനോ പാടില്ലായിരുന്നു. കഴിയുന്നത്ര കിടക്കയിൽ തന്നെ കഴിയാൻ പറഞ്ഞു. പക്ഷേ 6, 5, 3, 1 വയസ്സുള്ള 4 കുട്ടികളെ നോക്കേണ്ടതിനാൽ അത് പ്രയാസമായിരുന്നു. ഒരു ദിവസം മെലീസ വില്ലൽബോസിൻ്റെ ഭർത്താവ് തൊഴിലാവശ്യത്തിന് യാത്രയിലായിരിക്കെ അവൾക്കത് സംഭവിച്ചു. അവൾ രക്തത്തിൽ കുളിച്ചു. കുഞ്ഞുങ്ങൾക്ക് പ്രാതലൊരുക്കിയ ശേഷം
അവൾ രക്തസ്രാവം തടയാനാകുമെന്ന് കരുതി കിടപ്പുമുറിയിലേക്ക് പോയി. And by the time I got to the bathroom, I fell on the floor. കുളിമുറിയിലേക്ക് ചെന്നതും ഞാൻ നിലത്ത് വീണു. ഒരുപാട് രക്തം പോയി. ആ തറയിൽ കിടക്കുമ്പോൾ വൈദ്യസഹായത്തിന് വിളിക്കണമെന്ന് എനിക്ക് ഉറപ്പായി. പക്ഷേ ഫോൺ കയ്യിലില്ല. എഴുന്നേൽക്കാനും വയ്യ. നിലവിളിക്കാൻ പോലും ആകാത്ത നിസ്സഹായാവസ്ഥയിൽ അവൾ ദൈവിക ഇടപെടലിനു വേണ്ടി യാചിച്ചു. Nobody was coming up, and I couldn't get off the bed. ആരും വരുന്നില്ല. കുളിമുറിയിലെ തറയിൽ നിന്ന് എഴുന്നേൽക്കാനും വയ്യ. 1 ടൺ രക്തമെങ്കിലും പോയി. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, പ്രിയ കർദിനാൾ ന്യൂമാൻ, ഈ രക്തം ഒന്ന് നിർത്ത്. അപ്പോൾ പെട്ടെന്ന് ഞാൻ ആ വാക്ക് തീരുന്നതും രക്തമൊഴുക്ക് നിന്നു. അത് പിന്നൊട്ടുമുണ്ടായില്ല. ഞാൻ എഴുന്നേറ്റു നിന്ന് ചോദിച്ചു, കർദിനാൾ ന്യൂമാൻ, അങ്ങാണോ രക്തം നിർത്തിയത്? എനിക്കറിയാം അദ്ദേഹമായിരുന്നുവെന്ന്. അപ്പോഴാ മുറിയാകെ റോസാപ്പൂ ഗന്ധം പടർന്നു. ആ നിമിഷം മുതൽ മെലീസയ്ക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കുഞ്ഞുങ്ങളെ നോക്കാനായി. അവൾ അന്നു തന്നെ ഡോക്ടറെ കണ്ടു. രോഗം മാറിയെന്ന് ഉറപ്പാക്കി. ചിക്കാഗോയിൽ 2 സ്പെഷ്യലിസ്റ്റുകളും റോമിൽ മറ്റ് ഡോക്ടർമാരും ഈ കേസ് പഠിച്ചു. രോഗശാന്തിക്ക് ശാസ്ത്രീയമായ വിശദീകരണമില്ല. ചിക്കാഗോ മെഡിസിൻ ഡോക്ടർ ജെറാൾഡ് എം കെയ്സി പറയുന്നു, We also deposed her treating physician. All of those physicians felt അവളെ ചികിത്സിച്ച ഫിസിഷ്യന്റെ സാക്ഷ്യം ഞങ്ങളെടുത്തു. പ്രിയ കർദിനാൾ ന്യൂമാൻ ഈ രക്തമൊന്ന് നിർത്തൂ എന്ന ഒറ്റ വാചകത്തിന്മേൽ ഇങ്ങനെ ഒരു രക്തസ്രാവം പൊടുന്നനെയും താനെയും നിലച്ചതിന് വൈദ്യശാസ്ത്രപ്രകാരം ഒരു വിശദീകരണവും നൽകാനാവില്ലെന്ന് ആ ഫിസിഷ്യന്മാരൊക്കെ കരുതുന്നു. ആ നിമിഷത്തിൽ സംഭവിച്ചത് ഒരു വൈദ്യശാസ്ത്ര ഇടപെടലിനും സാധ്യമല്ല. that moment in time we felt could not be established by any medical intervention, etc. 2013 ഒരു കുഴപ്പവുമില്ലാതെ പെൺകുട്ടി ജനിച്ചു. ഇന്ന് ജമ്മ ചിക്കാഗോ വഴികളിലൂടെ അവളുടെ സൈക്കിൾ ഓടിക്കുന്നു. അതിശയകരമായ കാര്യം അതല്ല. ഈ കുഴപ്പം പിടിച്ച പ്രസവത്തിന് ശേഷം അവൾക്ക് 2 കുഞ്ഞുങ്ങൾ കൂടി ജനിച്ചു. ഇളയ ആൾക്കിപ്പോൾ 8 മാസം. തങ്ങളെ ഏറെ സഹായിച്ച പുണ്യവാന്റെ വിശുദ്ധ പദവി ചടങ്ങിന് കുടുംബം ഒന്നടങ്കമാണ് റോമിൽ. കർദിനാൾ ന്യൂമാൻ ഫൗണ്ടേഷൻ പ്രചോദനം നേടിയത് ചരിത്ര നഗരിയായ റോമായിൽ വിശുദ്ധ ഫിലിപ്പ് നേരി മതബോധനത്തിനൊരുക്കിയ സ്ഥാപനത്തിൽ നിന്നാണ്. ഫിലിപ്പ് നേരിയുടെ ഒറേറ്ററിയെക്കുറിച്ച് ഒരു ഹ്രസ്വ വീക്ഷണം. വിശുദ്ധ ഫിലിപ്പ് നേരി റോമ നഗരത്തിലെ മതബോധനം പ്രചോദിപ്പിക്കാൻ വേണ്ടി സ്ഥാപിച്ച ചിസേനോവ കോംപ്ലക്സാണിത്. പ്രമുഖ ഇംഗ്ലീഷ് പുണ്യവാൻ ജോൺ ഹെൻറി ന്യൂമാൻ ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ച ഫൗണ്ടേഷന് ഇതാണ് മാതൃകയാക്കിയത്. comprese come l'oratorio di San Filippo Neri. വിശുദ്ധ ഫിലിപ്പ് നേരിയുടെ ഒറേറ്ററി സാംസ്കാരിക മാനത്തിന് വലിയ ശ്രദ്ധ കൊടുത്തിരുന്നുവെന്ന് അദ്ദേഹം മനസ്സിലാക്കി. സത്യാന്വേഷണത്തോട് തീവ്ര പ്രതിബദ്ധതയും ജനങ്ങളുമായി നേരിട്ടുള്ള അജപാലന ശുശ്രൂഷ രീതിയായിരുന്നു അത്. സംസ്കാരവും ആത്മാക്കൾക്കായുള്ള ശ്രദ്ധയുമായിരുന്നു പ്രഥമം. ജോൺ ന്യൂമാൻ ഈ ദേവാലയവും ഫിലിപ്പ് നേരിയുടെ തിരുശേഷിപ്പുകളും ഏറെ ഇഷ്ടപ്പെട്ടു. സഭാ സമൂഹത്തിൻ്റെ നിയമങ്ങളും അദ്ദേഹത്തിൽ ആവേശമുയർത്തി. Per lui la cosiddetta educazione. മാനുഷികമായ അഥവാ പുരോഗമനപരമായ വിദ്യാഭ്യാസം അദ്ദേഹത്തിന് സുപ്രധാനമായിരുന്നു. ഇത് വിശുദ്ധ ഫിലിപ്പിൽ അദ്ദേഹം കണ്ടു. ഒറേറ്ററിയിൽ ഇത് പ്രായോഗികമാക്കാമെന്നും. റോമിലെ ഈ കേന്ദ്രത്തിൽ സാംസ്കാരിക വളർച്ചയും രൂപീകരണവുമാണ് ശ്രദ്ധിക്കുന്നത്. ഇറ്റലിയുടെ ഐക്യമുണ്ടായ 150 വർഷം മുമ്പ് കോംപ്ലക്സിൻ്റെ ഒരു ലൈബ്രറി ഉൾപ്പെടെ കുറേ ഭാഗം പൊതു ഉപയോഗത്തിനെടുത്തു. ഫാദർ സിമോൺ റാപ്പോണി ഉൾപ്പെടെ 8 വൈദികർ ഇവിടെ താമസിക്കുന്നു. ലോകമെങ്ങുമുള്ള ഇത്തരം 1 ഡസൻ ഒറേറ്ററുകളിലായി ഇങ്ങനെ 500 വൈദികരുണ്ട്. അവർ വിശുദ്ധ ഫിലിപ്പ് നേരിയുടെയും ജോൺ ഹെൻറി ന്യൂമാൻ്റെയും പാതയാണ് പിന്തുടരുന്നത്. ബെഹിയയിലെ നല്ല മാലാഖ ഇർമ ദുൾസെ ബ്രസീൽ ആഘോഷത്തിലാണ്. മറിയം ത്രേസ്യയോടും കർദിനാൾ ഹെൻറി ന്യൂമാനോടുമൊപ്പം ദുൾസെ വിശുദ്ധ പദവിയിലേക്ക് ഉയരുമ്പോൾ ചരിത്രത്തിൽ ഇത്ര വേഗം ആ പദവി നേടുന്ന 3ാമത്തെ ആളായി രേഖപ്പെടുത്തപ്പെടുകയാണ്. ഫ്രാൻസിസ്കൻ ചൈതന്യത്തിൽ ക്രിസ്തുവിൻ്റെ പാത പിന്തുടർന്ന ദുൾസെ സമീപകാലത്തെ അത്ഭുത വനിതകളിലൊരാളാണ്. Gaudi et lettor venerabile fratres, quod existimastis totius ecclesiae venerationi beatus Ioannis. ഒക്ടോബർ 13 ബ്രസീലിന് ആഘോഷമാണ്. ഇർമ ദുൾസെ അഥവാ സിസ്റ്റർ ദുൾസെ അൾത്താര വണക്കത്തിലേക്ക്. അവരുടെ വിശദീകരണ ചടങ്ങാണ് ചരിത്രത്തിൽ ഏറ്റവും വേഗം നടന്ന 3ാമത്തേത്.
1992 മാർച്ച് 13 മരിച്ച ശേഷം ദുൾസയുടെ സേവന ചൈതന്യവും പ്രശസ്തിയും അവരെ പിന്തുടരുകയായിരുന്നു. അവരുടെ വിശുദ്ധീകരണത്തിലുള്ള പോസ്റ്റുലേറ്റർ പൗളോ വിലോറ്റോ പറയുന്നത്, ഫ്രാൻസിസ്കൻ ചൈതന്യത്താൽ സ്വയം സമർപ്പിച്ച അമ്മയാണവർ. ഈ ചൈതന്യത്തിലാണ് ആ സഭ ഉടലെടുത്തത്. വിശുദ്ധ അന്തോണിസിനെയും അവർ മാതൃകയാക്കി. ആ സ്നേഹഭാവത്തിലും സർവരെയും സഹായിക്കുന്നതിലും, പാവങ്ങൾക്ക് മുതൽ ഏറ്റവും കഴിവുള്ളവർക്ക് വരെ. ഇർമ ദുൾസെ ശ്വാസകോശ രോഗത്തിന് ആശുപത്രിയിലായപ്പോൾ ജോൺ പോൾ രണ്ടാമൻ അവരെ സന്ദർശിച്ചിരുന്നു, മരിക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ്. 1988 നൊബേൽ സമ്മാനത്തിന് അവർ പരിഗണിക്കപ്പെട്ടിരുന്നു. കൊൽക്കത്തയിലെ മദർ തെരേസയോടാണ് ഒട്ടേറെ പേർ അവരെ താരതമ്യം ചെയ്യുന്നത്. ഡുൾസയെ 2011 ബെനഡിക്ട് 16 വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. കാഴ്ചവൈകല്യമുള്ള യുവാവിൻ്റെ അത്ഭുതകരമായ സൗഖ്യമാണ് വിശുദ്ധിയാക്കാനായി അതിനുള്ള സമിതി പരിഗണിച്ചത്. ഒരു രാത്രി അവൻ്റെ കണ്ണുകളിൽ കടുത്ത വേദന തോന്നി. ഇർമ ദുൾസയുടെ ഒരു രൂപം അവൻ്റെ അമ്മ കൊടുത്തിരുന്നു. അവനത് കണ്ണുകളിൽ വച്ചു. അവന് കാഴ്ച കിട്ടാനല്ല, വേദന മാറാൻ. പിറ്റേന്ന് കാലത്തു മുതൽ അവൻ കാണാൻ തുടങ്ങി. ബ്രസീലിയൻ കത്തോലിക്കർക്കിടയിൽ ഐക്യം ഉറപ്പിച്ചതാണ് ദുൾസയുടെ ഏറ്റവും വലിയ അത്ഭുതമായി പലരും കാണുന്നത്. ബ്രസീലിൽ ഇർമ ദുൾസയുടെ പേര് അറിഞ്ഞുകൂടാത്ത ആരുമില്ല. അവരുടെ പ്രവൃത്തികൾ ഇന്നും അവിടെ തുടരുന്നു. ഒരുപാട് പേർക്ക് അവൾ ബഹിയയിലെ നല്ല മാലാഖയാണ്. വത്തിക്കാൻ ഡയറിയുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളോട് പങ്കുവയ്ക്കുക. ഞങ്ങളുടെ ഇമെയിൽ desk.shekina@gmail.com, ഫോൺ 0447296650. വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം. Altissimo